ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം 7ാം ദിവസമാണ്. ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ തിരുവോണമാവും. പൂക്കളം ഇട്ട് തുടങ്ങിയിട്ട് പെട്ടെന്നാണ് 7ാം ദിവസം ആയതൊക്കെ. ദിവസങ്ങൾ പോകുന്നത് അറിയത്തേയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് 7 നിറത്തിലെ പൂക്കളാണ് വേണ്ടത്. പൂക്കൾ പറിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. മന്ദാരം, ഇങ്ങനെ നാടൻ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അല്ലാത്ത ചെടികളും ഉണ്ട്. മന്ദാരപ്പൂക്കളുണ്ട്, തെറ്റി, ചെമ്പരത്തി ഒക്കെ ഉണ്ട്. ഇത് ബോൾസം. ഇതിന് കുറേ ചെടികളുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് പൂക്കൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കളറാവുമല്ലോ. ഇതൊരു ഓറഞ്ച് കളറാണ്. ഈ ഓറഞ്ച് അല്ല, അതിനെ കണ്ടാലും ഓറഞ്ച് എന്ന് പറയാൻ തോന്നും. അങ്ങനെയുള്ള കളറാണ്. അത് റെഡ് അല്ല. പിന്നെ കുറച്ച് നന്ദ്യാർവട്ട പൂക്കൾ വെച്ചിട്ടുണ്ട്. ഇത്തവണ ഇതുവരെ നന്ദ്യാർവട്ട ഇട്ടില്ലായിരുന്നു തോന്നുന്നു. ഇട്ടു, മറ്റേ വലിയ നന്ദ്യാർവട്ടമായിരുന്നു. ചെമ്പരത്തി. ഞാൻ വീട്ടിലൊരു താലമൊക്കെ എടുത്ത് ഒരു ഭംഗിയൊക്കെ ഉണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതില്ലേ, കടലാസ് പൂ, നമ്മുടെ ബോഗെയിൻവില്ല. ഇതെൻ്റെ വീട്ടിലില്ല കേട്ടോ, അത് ഞാൻ വഴിയിൽ നിന്ന് മേടിച്ചതാണ്. ഈ പൂവിനെന്താ പറയുന്നത് നിങ്ങളുടെയൊക്കെ അടുത്ത്? ഞങ്ങളിതിനെ തീപ്പൊരിപ്പൂ എന്നാണ് പറയുന്നത്. തീപ്പൊരിപ്പൂ. ഇതിൻ്റെ 3 ഷെയ്ഡുണ്ട്. പിന്നെ നമുക്ക് തളിക്കണം, ചാണകം മേടിക്കണം. അപ്പം അതൊക്കെ ചെയ്തു. ക്യാമറ ഒന്നും എടുത്തു തരാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഹാർഡാണ്. അതെ, ഞാൻ കുറച്ച് ഷോ ഒക്കെ കാണിച്ചിട്ട് ഇതൊക്കെയാണ് കൊണ്ടുവന്നിട്ട്. എൻ്റെ വിചാരം ഞാൻ വലിയ ക്യാമറമാനാണെന്ന്. ബോൾസ് ഇതിന് 2-3 കളറുണ്ടായിരുന്നു വീട്ടിൽ. പക്ഷേ ഈ ബോൾസും ഇല്ല, മഴയൊക്കെ പെയ്താൽ പെട്ടെന്ന് നശിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഒരു ബീട്രൂട്ട് ഷെയ്ഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാക്കപ്പൂ, അതും നിറയുണ്ട്. ഇതാണ് നമ്മുടെ ചൈനീസ് ബോൾസം. ഓറഞ്ച് കളറിന് ഞാൻ നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ. അത് തീപ്പൊരിപ്പ് വെച്ചു. ഇത് നന്ദ്യാർവട്ടം, കുഞ്ഞ് നന്ദ്യാർവട്ടം. വലിയ നന്ദ്യാർവട്ടമുണ്ട്, ഈ മീഡിയം നന്ദ്യാർവട്ടമുണ്ട്, ഏറ്റവും ചെറിയ നന്ദ്യാർവട്ടമുണ്ട്. പിന്നെ ഞാൻ ചുറ്റിനും ആ കടലാസ് പൂക്കൾ അങ്ങനെ അടർത്തിയെടുത്ത് ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂക്കളും ഉണ്ട്, മന്ദാരപ്പൂക്കളും ഉണ്ട്. കുറേ ഉണ്ടായിരുന്നു. അപ്പം അതും ഞാനങ്ങനെ വെച്ചിട്ടുണ്ട്. ഇന്നത്തെ അത്തം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാൻ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് മറിച്ചും ഒക്കെ വീഡിയോ എടുത്തു. പക്ഷെ നന്നായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വലിയ പ്രൊഫഷണൽസിനെ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ തിരുവോണം എത്തി. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കട്ടെ.